ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടിൻ ഫെയറി സർമം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്, ഏതോ ഒരു ഉത്സവ അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത്. അതെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് 93ാമത് ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിലാണ്. അപ്പം നമ്മൾ ഉത്സവം ഇങ്ങനെ തകൃതിമയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശിവഗിരി ഉത്സവം വരുന്നത് ഡിസംബർ മാസത്തിൽ 30, 31 ഇന്ന് സമാപന ദിവസമാണ്. അതായത് ന്യൂ ഇയറും കൂടി ആയ ദിവസമാണ്. അപ്പം നമ്മൾ ഇന്നാണ് ശിവഗിരിയിലോട്ട് വന്നേക്കുന്നത്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ശിവഗിരി. അപ്പം നമ്മൾ ഇന്ന് രാത്രി നമ്മൾ കുറച്ച് ആൾക്കാരുമായിട്ട് നമ്മൾ ശിവഗിരി ഉത്സവം കാണാനായിട്ട് ഇറങ്ങിയേക്കാണ്. അപ്പം സമാപന ദിവസം ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും കാണില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ റോഡിലൊക്കെ നിറച്ച് തിരക്കുണ്ട്. പിന്നെ ഇന്ന് പ്രാദേശിക അവധിയും കൂടിയാണ് നമുക്ക് വർക്കല താലൂക്കിന്, ചെറങ്ങീട് താലൂക്കിനും ഒക്കെ ശിവഗിരി ഉത്സവം പ്രമാണിച്ച്. അപ്പോൾ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും നല്ല തിരക്കുണ്ട്, ഒരു കടകളും എല്ലാം ഉണ്ട്. അപ്പം ഡിസംബർ 15-ാം തീയതിയാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ മെയിനായിട്ട് തീർത്ഥാടകർ വരുന്നത് 30, 31, 31-ാം തീയതി ഘോഷയാത്രയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അതിന് ശേഷം പിന്നെ 5-ാം തീയതി വരെയാണ് ഇപ്പം അത് നീട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടെ ഇങ്ങോട്ടേക്ക് വന്ന് അപ്പോൾ കുറേ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇട്ടാപ്പൊട്ടിയൊക്കെ മേടിച്ചു. അപ്പോൾ മക്കൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ് ഇട്ടാപ്പൊട്ടി. അപ്പോൾ ഇട്ടാപ്പൊട്ടിയൊക്കെ മേടിച്ചിട്ട് നമ്മൾ പോവുകയാണ്. പിന്നെ വഴിയിൽ ഒരുപാട് കടകളുണ്ടായിരുന്നു. നമ്മളെ സ്ട്രീറ്റ് ഷോപ്പ് ചെയ്യാൻ പറ്റിയ ഒരു അന്തരീക്ഷമാണ് നമ്മുടെ ഉത്സവം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്. 2 സൈഡിലും ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നവരല്ല ഈ സൈഡിൽ കൂടിയും തിരിച്ച് നടന്ന് എല്ലാവരും ഓപ്പോസിറ്റ് സൈഡിൽ കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ നിന്ന് അങ്ങനെ വാഹനങ്ങളൊക്കെ അതുവഴി കടത്തി വിടത്തില്ല. അപ്പോൾ സൈഡ് ഭാഗത്തൊക്കെ ഉള്ള വീട്ടുകാർക്ക് പോകാൻ വേണ്ടി പ്രത്യേകം പാസ്സൊക്കെ ഉണ്ട്. കാര്യം ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ വണ്ടിയും കൂടെ ആയി കഴിയുമ്പോഴത്തേക്കും ആൾക്കാർക്ക് നടക്കാനും ബുദ്ധിമുട്ടാണ്, അതുപോലെ വണ്ടിയും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചെറിയ സ്കൂട്ടറും കാര്യങ്ങളും ഒക്കെ അതുവഴി പോകുന്നുണ്ട്. അല്ലാതെ വേറെ വലിയ വണ്ടികളൊന്നും അങ്ങനെ എപ്പോഴും പോകുന്നത് പോലെ പോകത്തില്ല. അപ്പോൾ ഇഷ്ടംപോലെ ഐസ്ക്രീം കടകളുണ്ട്. ഇപ്പോൾ നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്നത് ഐസ്ക്രീം കടകളും അതുപോലെ തന്നെ ബലൂണും പിന്നെ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട്, മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ കളിപ്പാട്ടം. പിന്നെ ഞങ്ങളൊക്കെ കുറച്ചുകൂടെ ചെറുതായിരുന്ന സമയത്ത് എല്ലായിടത്തും മൈലാഞ്ചിയൊക്കെ കാണുമായിരുന്നു. അന്നൊക്കെ മൈലാഞ്ചിയൊക്കെ ഇടാൻ ഭയങ്കര കൊതിയായിരുന്നു. കാര്യം നമ്മൾ പെട്ടെന്ന് തന്നെ കയ്യിലിങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേ തന്നെ അവർ ഡിസൈൻ വരച്ച് പെട്ടെന്ന് ഇങ്ങനെ അച്ചുകൊണ്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് പക്ഷെ പെട്ടെന്ന് പോകുന്നു, പക്ഷെ പെട്ടെന്ന് നല്ല കളർ വരുമായിരുന്നു. അപ്പം അതൊക്കെ ഇങ്ങനെ മൈലാഞ്ചിയൊക്കെ കാണുമ്പോൾ പണ്ടത്തെ ഒരു നൊസ്റ്റു അടിക്കും. പിന്നെ ഇതൊക്കെ ഭയങ്കര ഷോ ഐറ്റംസാണ്, നമുക്ക് കാറിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല ഐറ്റംസാണ്. പിന്നെ ബാഗൊക്കെ ഉണ്ട്. ഈ ബാഗ് വെറും 100 രൂപ മാത്രമേ ഉള്ളൂ. പിന്നെ കുറേ ഷോ ഐറ്റംസ് നമുക്ക് വീട്ടിലൊക്കെ ഇങ്ങനെ തൂക്കിയിടാൻ പറ്റി ഇങ്ങനെ ചെറിയ മണികളൊക്കെയുള്ള അങ്ങനത്തെ കുറേ അങ്ങനെ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയവർക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. നമ്മളിങ്ങനെ വഴി കൂടെ നടന്ന് ഇതൊക്കെ ഇങ്ങനെ കണ്ടും കേട്ടും ഒക്കെ പോവുമായിരുന്നു. അപ്പോൾ ഇവിടെയും ഇതുപോലെ നല്ല നല്ല ഷോ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ പോകും. നല്ല ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. താഴോട്ട് ഇത് നമ്മൾ തുരപ്പെന്ന് പറയും, ഈ ഒരു സ്ഥലത്തിന് പറയുന്ന പേര് തുരപ്പെന്നാണ്. അപ്പോൾ ഇതിൻ്റെ താഴെ കൂടെ മുമ്പ് ഷിപ്പൊക്കെ പോകും, ചെറിയ ചരക്ക് കപ്പലുകളൊക്കെ പോകും എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ അതൊക്കെ അടഞ്ഞു പോയിട്ടുണ്ട്. അപ്പം നമ്മളങ്ങോട്ട് നടന്ന് സ്റ്റേജിൻ്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ സൈഡിലും ഇതുപോലെ കുറേ ഫ്ലവേഴ്സും ഷോ ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. ഷോ ഫ്ലവേഴ്സൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. കുറച്ച് ഒറിജിനാലിറ്റി, കുറച്ചല്ല നല്ല ഒറിജിനാലിറ്റി തോന്നുന്ന ഫ്ലവേഴ്സൊക്കെ ആയിരുന്നു. നമ്മളൊന്നും വാങ്ങിച്ചില്ല, വെറുതെ ഇങ്ങനെ നടന്നു പോയി. പിന്നെ കൂടുതലും മൈലാഞ്ചിയെക്കാട്ടിയും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ടാറ്റു ആണ് കൂടുതലും. എല്ലാ സ്ഥലത്തും നോക്കുമ്പോൾ ടാറ്റു ആണ്. പണ്ടൊക്കെ ടാറ്റു ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പക്ഷേ ഉത്സവപ്പറമ്പിലൊക്കെ പോയാൽ നിറച്ച് ടാറ്റു ആണ്. പിന്നെ കമ്മലുകൾ എവിടെ പോയാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ മേടിക്കാം, താല്പര്യമുള്ളവർക്കൊക്കെ കമ്മലൊക്കെ മേടിക്കാം. ഇതുപോലത്തെ ഉത്സവപ്പറമ്പെന്നാണ് ഞാനൊക്കെ പണ്ട് ഇഷ്ടം പോലെ കമ്മലുകൾ മേടിക്കുമായിരുന്നു. ഇപ്പോഴും മേടിക്കുന്നതിൽ കുറവൊന്നുമില്ല. പിന്നെ ഇട്ടാപ്പൊട്ടിയും കാര്യങ്ങളും ചെറിയ ക്ലിപ്പും പിന്നെ ഇവിടെയും മൈലാഞ്ചി ഇടുന്നത് അച്ചൊക്കെ തന്നെ കൂടെ ടാറ്റു ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇത് ചെറിയ ഇങ്ങനെ അക്ഷരങ്ങളാണ്, നമുക്ക് ബ്രേസ്ലെറ്റൊക്കെ നമ്മളെ പേരിൽ എഴുതിയിടാൻ പറ്റുന്ന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. നമ്മളെ റൈറ്റ് സൈഡിൽ ഫുള്ള് ഐസ്ക്രീമിൻ്റെതാണ്. പിന്നെ കൂടാതെ ഫുഡും എല്ലാം ലൈവായിട്ട്
പൊരിച്ച് തരുന്നതും ബജിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കുട്ട, വട്ടി, മുറം അങ്ങനത്തെ കുറേ സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ ഉത്സവപ്പറമ്പിലൊക്കെ പോകുമ്പോഴായിരിക്കും നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അമ്മമാർക്കും ഒക്കെ മേടിക്കാൻ പറ്റുന്നത്. കാര്യം ഇവിടെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് ഓപ്ഷനുകളുണ്ട്. പിന്നെ ഉത്സവപ്പറമ്പാകുമ്പോൾ എല്ലാവരും എന്തായാലും വിലപേശിയായിരിക്കുമല്ലോ സാധനങ്ങൾ മേടിക്കുന്നത്. അപ്പം അവർക്കും ഒരു കച്ചവടത്തിന് പറ്റിയൊരു സമയം കൂടെയാണ് ഉത്സവ സീസൺ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഉത്സവ സീസണാണ്. ഇവിടെ ശിവഗിരി ഉത്സവം ആണ് ഫസ്റ്റ് ഉത്സവം തുടങ്ങുന്നത്. അതിനുശേഷം തൊട്ട് പിന്നെ ഓരോ അമ്പലങ്ങളിലൊക്കെ ഉത്സവങ്ങളൊക്കെ തുടങ്ങും. അപ്പം ഈ സൈഡിലും ചെറിയൊരു കമ്മൽ കടയൊക്കെ ഉണ്ട്. പിന്നെ വട്ടിയും അതുപോലെ തന്നെ മുറവും ഒക്കെ അതും അങ്ങോട്ട് പോകുന്ന വഴിക്കുണ്ട്. അതുപോലെ തന്നെ തവിയും, നമ്മളാ പണ്ടത്തെ കാലത്തൊക്കെ തവി ഉണ്ടല്ലോ അത്. പിന്നെ മൈലാഞ്ചിയാണ്, അങ്ങറ്റം വരെ മൈലാഞ്ചിയാണ്. പല മോഡലിൽ പല ഡിസൈനുകളിൽ ഒക്കെ ഉണ്ട്. പായും ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മളതിങ്ങനെ അപ്പോൾ പിന്നെ ചെറിയ ഇതുപോലത്തെ മാല, അതുപോലെ ഇത് ഒരുപാട് ആംഗ്ലറ്റ്സൊക്കെയാണ്. ആംഗ്ലറ്റ്സിൻ്റെ കളക്ഷൻസൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയാണെങ്കിലും റിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് കൂടുതലും. പിന്നെ ഇവിടെ നമ്മളെ ഫോണിൻ്റെ കവറാണ്. നമ്മളിവിടെ കുറച്ച് നേരം നിന്ന്, പക്ഷെ ഒന്നും വാങ്ങിച്ചൊന്നുമില്ല. അതിൻ്റെ ആ കവറ് കേസ് പെട്ടെന്ന് തന്നെ ഇളകി വരുന്നുണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പക്ഷേ നമ്മളതിനകത്ത് ഇട്ട് കഴിഞ്ഞിട്ട് ഊരി എടുക്കുമ്പോഴത്തേ ആ കേസിൻ്റെ പുറകിലുള്ള സാധനങ്ങളെല്ലാം ഇളകി വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പിന്നെ മേടിച്ചൊന്നുമില്ല. അത് കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് വാങ്ങിക്കണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ നടന്ന് നേരെ നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഓഡിറ്റോറിയത്തിൻ്റെ അവിടെയാണ് ലൈറ്റ്സൊക്കെ ഇട്ടേക്കുന്നത്. മരത്തിൽ നല്ല അടിപൊളി ലൈറ്റുകളൊക്കെ ഇട്ട് നല്ല അലങ്കരിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് അത്യാവശ്യം തിരക്കുണ്ട്. കാര്യം ഓഡിറ്റോറിയത്തിൻ്റെ അകത്തോട്ട് കയറുന്ന ആൾക്കാരും ഇറങ്ങുന്നവരും പിന്നെ അതുപോലെ തന്നെ കറങ്ങി വരുന്ന ആൾക്കാരും സൈഡിൽ കൂടെ കുറേ സ്റ്റാളൊക്കെ ഉണ്ട്. അപ്പോൾ സ്റ്റാളിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നു. അതുകൊണ്ട് ഇവിടെ കുറച്ചൊരു തിക്കും തിരക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതുപോലെ തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ എപ്പോഴും നമ്മൾ പേഴ്സൊക്കെ സൂക്ഷിക്കുക. അപ്പോൾ ഇവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. ഭരണി, അതുപോലെ കൃഷ്ണൻ, നമ്മളെ പശുവിൻ്റെ കുട്ടിയും ഒക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഭരണിയൊക്കെ നമുക്ക് വീട്ടിൽ ഉപ്പും അതുപോലെ പഞ്ചസാരയൊക്കെ ഇട്ട് വയ്ക്കാം. ഭരണിയൊക്കെ നല്ലതാണ്. പിന്നെ അതല്ല വിളക്ക് കത്തിക്കും, കാർത്തിക ദീപവും ഒക്കെ ദീപാവലിക്കൊക്കെ കത്തിക്കാൻ അതിനും പറ്റിയ ചെറിയ ഇടിഞ്ഞിൽ പോലത്തെ
വിളക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ നമ്മൾ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ പ്രാവശ്യം ഒന്നും വാങ്ങിച്ചില്ല. പിന്നെ ഈ ലൈറ്റ്സൊക്കെ ഇങ്ങനെ ജാനിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ന് പിങ്കി വന്നിട്ടില്ല, പിങ്കിക്ക് അത്ര സുഖമില്ലാത്തത് കൊണ്ട് പിങ്കി വന്നിട്ടില്ല, നമ്മൾ മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ ഇവിടെ ഒരു ചെറിയ മെർമെയ്ഡ് ഷോയൊക്കെ ഉണ്ട്, അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. പിന്നെ കൂടുതൽ ആൾക്കാരും എല്ലാവരും സ്റ്റാളുകളിൽ നിന്ന് ഫുഡ് കഴിക്കാൻ തന്നെ, ഐസ്ക്രീമും ബജിയും അതുപോലെ തന്നെ പോപ്കോണും ഒക്കെ കഴിക്കാൻ തന്നെയാണ് കൂടുതൽ തിരക്ക്. കൂടുതൽ ശിവഗിരി എന്നല്ല, എല്ലാ ഉത്സവ പറമ്പിലും കൂടുതലും ഫുഡ് ഐറ്റംസ് കഴിക്കുന്നിടത്ത് തന്നെയാണ് ഭയങ്കരമായൊരു തിരക്ക് കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെയും നല്ല തിരക്കുണ്ട് ഈ ഒരു സൈഡിലോട്ട്. പിന്നെ അവിടെ നമ്മൾ കുറച്ച് കടകളിലോട്ടൊക്കെ പോയി. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഓഡിറ്റോറിയത്തിലൊക്കെ ഇരുന്ന് ഇച്ചിരി ഒന്ന് പാട്ടൊക്കെ കേട്ടിട്ട് നമ്മളിങ്ങോട്ട് തിരിച്ച് നടന്നു വരും. അപ്പോൾ തിരിച്ച് നടന്നു വരുന്ന വഴിക്ക് ചെടിയുടെ കട കണ്ട, അപ്പോൾ കുക്കു നേരെ ചെടിക്കടയിലോട്ട് കയറി. അപ്പം ഞങ്ങൾ ചുമ്മാ വെറുതെ ഒന്ന് കയറിയതാണ്. അപ്പം ചെടിക്കടയിൽ ഇന്നിപ്പോൾ കുറച്ച് ചിലപ്പോൾ വില കുറച്ച് കൊടുക്കും, കാര്യം ലാസ്റ്റ് ഡേ ഒക്കെ ആയതുകൊണ്ട് വില കുറച്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം നല്ല നല്ല പീസൊക്കെ ആദ്യം പോയിട്ടുണ്ടാവും, പിന്നെ അവസാന ഘട്ടമൊക്കെ ആകുമ്പോഴത്തേക്കും തിരിഞ്ഞ് വെച്ചതൊക്കെ കാണത്തുള്ളൂ. എന്നാലും എന്നത്തെയും പോലത്തെ വില ആയിരിക്കത്തില്ല. ലാസ്റ്റ് ഡേ ഒക്കെ ആകുമ്പോഴത്തേക്കും പൊതുവേ ഇവിടെ കുറച്ച് കാശൊക്കെ കുറച്ചാണ് സാധാരണ കൊടുക്കാറ്. അപ്പം നമ്മളിപ്പോൾ അടുത്തുള്ളവരൊക്കെ നമ്മളിപ്പോൾ എല്ലാ വർഷവും നമുക്ക് അറിയാവുന്നത് കൊണ്ട് നമ്മൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും വന്ന് ഇതുപോലെ ചെടിയൊക്കെ നോക്കി വാങ്ങിക്കാനൊക്കെ പറ്റിയ ഒരു സമയമാണ്. അപ്പം അതുകൊണ്ട് തന്നെ കുക്കു ചെടി നോക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് കളിക്കുന്ന റൈസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ജാനി അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയും ജെയിൻ്റ് വില്ലൊക്കെ ഇങ്ങനെ ജസ്റ്റ് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഒന്നിലും കയറിയതൊന്നുമില്ല, നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കണ്ടു. പിന്നെ നമ്മൾ കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ചു, പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ചു. അപ്പോൾ എന്തായാലും കഴിക്കുന്നതൊക്കെ വേറെ ഐറ്റംസ് ഒന്നും കഴിച്ചൊന്നുമില്ല, കാര്യം എല്ലാം തുറന്നിരിക്കുന്നത് കൊണ്ട് ആർക്കും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ ആണെങ്കിലും തിരക്കൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി മറ്റൊരു വീഡിയോയിലോട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.